ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കിങ്ഡം മൂവി ട്രെയിലർ. കിങ്ഡം ഒരു തെലുങ്ക് ചിത്രമാണ് അല്ലെ. വിജയ് ദേവരകൊണ്ട മുഖ്യ വേഷത്തിലെത്തുന്ന ചിത്രം. ഇതൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ് അല്ലെ, ഒരു സ്പൈ ആക്ഷൻ ഡ്രാമ. അപ്പോൾ ഒരുപാട് ഹൈപ്പുള്ള ചിത്രം കൂടെയാണ്, ആക്ഷനാണ് ഫുള്ള്. വിജയ് ദേവരകൊണ്ടയുടെ മിക്ക ചിത്രങ്ങളും ഫുൾ ആക്ഷൻ ആണെങ്കിൽ അത് വേറെ ലെവലാണ്. അതുപോലെ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അജയ് ഗൗതം തിന്നനൂരി. അതുപോലെ ചിത്രത്തിലെ മ്യൂസിക് BGM ഒക്കെ ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. അനിരുദ്ധാകുമ്പം വേറെ ലെവൽ മ്യൂസിക്കാണ്. പിന്നെ കൂടുതൽ ആദ്യം നമുക്ക് ട്രെയിലർ കണ്ടിട്ട് വരാം. അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന വീഡിയോയിലിട്ട് പോവാം. ఒక ఎమర్జెన్సీ ఆపరేషన్ కోసం నువ్వు అండర్ కవర్ స్పైగా మారాలి. నీ అమ్మని, నీ ఇల్లు, ఉద్యోగం, ఊరు, പോലീസ് ഷൂട്ട് ഔട്ട് ആണ് ഫുള്ള്. ప్రపంచం ഓ, నువ్వు కలవబోయే మనుషులు ലുക്കെല്ലാം സൂപ്പറാണ്. സ്പൈഡ് വേറെ ലെവല് പടമാണെന്ന് തോന്നുന്നു. చాలా రిస్కీ ఆపరేషన్ సోరీ. ജയിലിലാണ് ഫൈറ്റ്. నువ్వు స్పైగా వెళ్ళబోయే గ్యాంగ్ కి ലീഡർ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയും ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടുകൊണ്ട് ആ ഒരു ഇത് കാണിക്കുന്ന వాడి కోసం అవసరమైతే మొత్తం తగలబెట్టేస్తా సరే. ഒരുപാടടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക ആർമിയാണ്. ఈడ కొన్ని రూల్స్ ఉన్నాయి. యుద్ధం ఇప్పుడే మొదలైంది. ഓ, വേറെ ലെവൽ സീൻ. ഒരു രക്ഷയില്ല. ഗൗതം കിങ്ഡം మనుషుల్ని కూడా రాక్షసులుగా మార్చేస్తుంది. ఇప్పుడు వాడేమో ఈ రాక్షసుల్ని ജൂലൈ 31. కూర్చున్నాడు. ഓ, വാവ്. കിങ്ഡം എന്തായാലും മാസ് ട്രെയിലർ, പക്ക മാസ് ട്രെയിലറായിരുന്നു അല്ലേ. ഒരുപാടത്ത് ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു എൻ്റെ ട്രെയിലർ കാണിക്കുന്നത്. ശ്രീലങ്ക ആർമിയുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്കയിലൊക്കെ ചിത്രീകരിച്ച മൂവിയാണ്. അതുപോലെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റിൽ ഇവിടെ കേരളത്തിലും അതിൻ്റെ ഷൂട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈറ്റ് സീൻ അത് ഒരു രക്ഷയില്ല. പല രീതിയിലുള്ള ഫൈറ്റാണ് കാണിക്കുന്നത് അല്ലേ. നമ്മളെ ആര വെച്ചുള്ള പഴയ ഒരു ഇതിലുള്ള ഇത് കാണിക്കുന്നുണ്ട്. ബ്ലാസ്റ്റ്. പിന്നെ ജയിലിന്റെ അകത്തുള്ള ഒരു കിടില ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അത് ആ ഒരു ഫൈറ്റ് സീൻ അല്ല, ഒരു എന്താ പറയുക, ഒരു ഫ്ലാഷ് ബാക്കിനുള്ള വകുപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു അത് കാണിച്ചിട്ട് തന്നെ വേറെ ഒരു കുട്ടിക്കാലം കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ ലുക്ക് അല്ലെ, ഹെയർ സ്റ്റൈല്, ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കിടില ലുക്കിലാണ് ഇപ്പം ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് അതിൻ്റെ BGM മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് കിടിലായിട്ടുണ്ടായിരുന്നു അല്ലേ. പലയിടത്തും അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിത്രത്തിലും അതുപോലെ ആയിരിക്കും. അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. പിന്നെ വേറെ ഏതാ കാണിക്കുന്നത്. പിന്നെ ഒരു കിടിലം സീൻ എന്ന് പറയുന്ന അല്ലേ,
ഇത് ആരോ വെച്ചുള്ള ഒരു സീനുണ്ട്, ഫയറിന്റെ ഒരു ഇത്. പിന്നെ കുറെ ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. അത് മറ്റേ ഫോറസ്റ്റിലായിരുന്നാലും ഒരു സ്പൈ ആയിട്ടാണ്. സ്പൈ ആയിരിക്കും മറ്റേ ഇതില് ആര് ദേവരകൊണ്ട ആയിരിക്കണം സ്പൈ ആയിട്ട് വരുന്നത്. എന്തായാലും അത് കിടിലായിരിക്കും. അതുപോലെ ചിത്രം കുറച്ച് അല്ലെ ലാഗ് വരാതെ കുറച്ച് ത്രില്ലിങ് ആണെങ്കിൽ സൂപ്പറായിരിക്കും. നമ്മൾ പ്രതീക്ഷയ്ക്കകത്ത് അല്ലേ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ ചിത്രം വേറെ ലെവലിലോട്ട് എത്തും. ലാഗ് വരുമ്പോഴാണ് അത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ചിത്രം ലാഗ് വരണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. എന്തായാലും പ്രതീക്ഷയുള്ളൊരു ചിത്രമാണ് കിങ്ഡം, സൂപ്പർ ടൈറ്റിൽ. അതുപോലെ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് റിലീസ് ഡേറ്റ് ജൂലൈ 31 ആണ്. പിന്നെ ഹീറോയിനെ കാണിക്കുന്നുണ്ടോ? ഹീറോയിൻ ഒരു തവണ കാണിച്ചു പോകുന്നുണ്ട്. ഭാഗ്യശ്രീ പുതിയ ആക്ടറാണോ അതോ തെലുങ്ക് ആക്ടറാണോ എന്നായിരിക്കണം. എന്താ അല്ലേ, ഇത് മിക്കവാറും കേരള സീൻസൊക്കെ കേരളത്തിലൊക്കെ ഷൂട്ട് ചെയ്ത ചിത്രം കൂടിയാണ്. അപ്പം പാൻ ഇന്ത്യ ലെവലിലായിരിക്കും ചിത്രം ഇറങ്ങുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ ഒറിജിനൽ വെർഷൻ തെലുങ്കു ആയിരിക്കും. പിന്നെ ബാക്കിയെല്ലാം ഡബ്ഡ് വെർഷൻ ആയിരിക്കും ഇറങ്ങുന്നത്. എന്തായാലും സൂപ്പർ മൂവി ആയിരിക്കും. 2023 VD12 എന്ന പേരിൽ ഒരു താൽക്കാലിക പ്രഖ്യാപനം വരുന്നത് ചിത്രത്തിനെ കുറിച്ച്. പിന്നെ ഒഫീഷ്യൽ നെയിം വരുന്നത് 2025 കിങ്ഡം എന്ന പേരിൽ. അതുപോലെ ഇത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയും കൂടിയാണ്. ഏകദേശം ഒരു 113 crore ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രം കൂടെയാണ്. അപ്പം അത്രയും അല്ലേ വേൾഡ് വൈഡ് അവർ ഫസ്റ്റ് വീക്ക് തന്നെ അത് കളക്ട് ചെയ്യാൻ നോക്കും. അത്ര ഗ്രാൻഡ് വൈഡ് റിലീസായിരിക്കും കൊടുക്കുന്നത്. പിന്നെ അല്ലേ 2-3 വർഷത്തെ ഒരു ഇതാണ് ഈ ചിത്രത്തിനെ കുറിച്ച്. 2023 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ജാനുവരി അല്ലല്ലോ, ജൂലൈ 31 ചിത്രം പുറത്തിറങ്ങുകയാണ് അല്ലേ. ഇന്നലെ അതിൻ്റെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു. ഗ്രാൻഡ് ആയിട്ടാണ് ഓഡിയോ ലോഞ്ച് അല്ലല്ലോ, ട്രെയിലർ ലോഞ്ച് നടത്തിയത്. അവിടുത്തെ ക്രൗഡ് കാണുമ്പോൾ തന്നെ അറിയാം, മിക്കവാറും നല്ലൊരു ചിത്രം പ്രതീക്ഷിക്കാം. അപ്പം ജൂലൈ 31 വി ആർ വെയിറ്റിംഗ്. വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.